ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആവോലിയാണ് കിട്ടിയിട്ടുള്ളത് ഉച്ചക്കത്തേക്ക്. അപ്പോൾ ഞാൻ ഇതുവരെ ഈ മീൻ മേടിച്ചിട്ടുമില്ല, കഴിച്ചിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ മീൻ മേടിച്ച് അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇത് വെള്ളയുണ്ട് കറുപ്പും ഉണ്ട്. അപ്പോൾ കറുത്ത ആവോലി നല്ല ടേസ്റ്റാണ്, മേടിച്ചുകൊണ്ട് വന്ന് ഫ്രൈ ചെയ്തോ കറി വെച്ചോ ഒക്കെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആവോലി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മളിന്ന് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് അരപ്പൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ആവോലി എല്ലാം ഒന്ന് വരഞ്ഞ് കൊടുത്ത് അതിനകത്തോട്ട് ഈ മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിക്കുന്നവരെ അത് അവിടെ നിന്ന് ഇരിക്കട്ടെ. എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ നല്ല മണമായിരിക്കും എണ്ണയ്ക്കകത്ത് കറിവേപ്പിലയൊക്കെ കിടക്കുമ്പോൾ. എന്നിട്ട് ഈ മീനൊന്ന് അതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു സൈഡൊന്ന് നല്ലതുപോലെ മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. സാധാരണ മീനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചിടും, ഇത്രയും വലിയ മീനൊക്കെ എടുത്ത് തിരിച്ചിടുമ്പോഴത്തേക്ക് പകുതിയും പാനിനകത്തോട്ട് പിടിക്കാറാണ് പതിവ്. ഇതെന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല, നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ബാക്കിയിരുന്ന കുറച്ച് മസാലയും കൂടെ ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഈ മസാലയ്ക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 സൈഡും ഒക്കെ മുരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് സവാളയൊക്കെ ഇട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ വെച്ച് 2 തണ്ട് കറിവേപ്പിലയൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടാണോ അതോ അത്ര ടേസ്റ്റാണോ ഇതിനെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല അടിപൊളി മീനായിരുന്നു. അപ്പോൾ എല്ലാവരും ഇനി കിട്ടുമ്പോൾ ഒന്ന് മേടിച്ചുണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ A ബൈ ബൈ, few സീ യു. minutes later.